തമിഴ്നാട്ടിലെ കരൂരുണ്ടായ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ചവരുടെ കുടുംബങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നിൽ TVK എന്ന DMK ആരോപിച്ചു. കബളിപ്പിച്ചും പണം നൽകിയുമാണ് ഹർജികൾ തയ്യാറാക്കിയതെന്നാണ് DMKയുടെ ആരോപണം. മരണത്തിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ TVK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നതായും DMK വിമർശിക്കുന്നു. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ചവരുടെ ബന്ധുക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നിൽ TVK ആണെന്നാണ് DMK ആരോപിക്കുന്നത്. നേരായ വഴിയിലൂടെയല്ല ഹർജികൾ TVK കോടതിയിൽ എത്തിച്ചതെന്ന് ഉദാഹരണ സഹിതം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് DMK. ദുരന്തത്തിൽ മരിച്ച പനീർസെൽവത്തിന്റെ അച്ഛൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. എന്നാൽ ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചു പോയതാണെന്നും TVK പണം നൽകി ഇയാളിൽ നിന്ന് ഹർജി വാങ്ങിയതാണെന്നും DMK സംഘടനാ ജനറൽ സെക്രട്ടറി RS ഭാരതി ആരോപിച്ചു. അപകടത്തിൽ ഭാര്യയെ നഷ്ടമായ സെൽവരാജിനെ AADMK നേതാവ് കബളിപ്പിച്ച ഹർജിയിൽ ഒപ്പിടിപ്പിച്ചു. ഇതിനൊക്കെ BJPയുടെയും AADMKയുടെയും സഹായം TVKയ്ക്ക് കിട്ടിയെന്നും വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നു. മരണത്തിൽ നിന്ന് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും കുറിപ്പിലുണ്ട്. TVK NDA സഖ്യത്തോട് അടുക്കുന്നുവെന്ന ചർച്ചകൾ സജീവമായതിനു പിന്നാലെയാണ് 3 പാർട്ടികളെയും വിമർശിച്ചുള്ള DMKയുടെ പ്രതികരണം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സർക്കാരിനും സുപ്രീം കോടതിയിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. കേസിൽ നാളെ വിധി പറയും. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.